ഇറാനും ഒമാനും പരസ്പര ധാരണയുണ്ടാക്കി ഹോർമുസ് കടലിടുക്ക് ഇന്നലെ മുതൽ തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചു. അവരുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവരാണ് തുറന്നു കൊടുക്കുന്നത്. ബാക്കി അതിൻ്റെ തുടരുപയോഗങ്ങളുടെ രീതിയും മറ്റുമൊക്കെ അവർ തന്നെ തീരുമാനിക്കും. നമ്മുടെ അമേരിക്കൻ മുതലാളി ഇത് കണ്ട് വിരൽ കടിച്ച് നോക്കി നിന്നു. പുള്ളി പിടിച്ചെടുക്കുമെന്നും ആക്രമിക്കുമെന്നും അമേരിക്കയുടെ ഭാഗമാണെന്നും ഇനി ലോകത്തിനതിലേക്കൂടെ പോകാമെന്നും ഞങ്ങളിവിടെ ഉണ്ടെന്നും ഞങ്ങൾ കപ്പം വാങ്ങിക്കുമെന്നും തുടങ്ങിയ ഒരു ഡസൻ പ്രസ്താവനകളാണ് വെറും ഒരു ബഫൂൺ ചെയ്യുന്നത് പോലെ അമേരിക്കൻ പ്രസിഡന്റ് ആ കസേരയിലിരുന്ന് ചെയ്തത്. എന്നിട്ട് തുടർച്ചയായി വിരട്ടി. ഇറാനെ ആക്രമിക്കുമെന്ന് വിരട്ടൽ. ഒരു ഘട്ടത്തിൽ ഒമാനോടും പറഞ്ഞു, ഞങ്ങൾ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയും, എല്ലാം ഇല്ലാതാക്കും, ഒമാൻ്റെ മേൽ വൻ ആക്രമണം നടത്തും എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ അതെല്ലാം അവിടെ ഇരിക്കട്ടെ എന്ന് അങ്ങ് ഉറപ്പിച്ച് ആ വിരട്ടലുകളിൽ ഒന്നും ഭയപ്പെടാതെ ഇറാനും ഒമാനും ചേർന്ന് ധാരണയുണ്ടാക്കി. കാരണം ഇതിൻ്റെ ഇരുവശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഇറാനും ഒമാനുമാണ്. അങ്ങോട്ട് പോകുന്നതും തിരിച്ചു വരുന്നതും ഏത് ദിശയിലേക്ക് പോകണമെന്നും ഒക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കിരുവർക്കും ഇടയിലാണെന്നും അമേരിക്കയ്ക്കിതിൽ യാതൊരു കാര്യവുമില്ലെന്നും ഇറാൻ ആദ്യം മുതൽ പറയുന്നുണ്ടായിരുന്നു. ഇത് പിടിച്ചെടുക്കാനും എണ്ണ ഊറ്റിക്കൊണ്ടു പോകാനും ഒരു കളിപ്പാവയെ വെച്ച് ഭരണം നടത്താനുമൊക്കെയാണ് ട്രംപും ബീബിയും കൂടി അവിടെ വന്നത്. ബീബി ആദ്യം ഓടി, ഇപ്പോൾ ട്രംപും ഓടി. ട്രംപിനിപ്പോൾ ഇറാനെക്കുറിച്ച് ചർച്ചയില്ല, ഒരു വർത്തമാനവുമില്ല. റൂബിയോ മാർക്കോ പറഞ്ഞു, ഇനി ഞങ്ങൾ ഇറാനെ ആക്രമിക്കുകയില്ല, അവിടം കഴിഞ്ഞു. ധാരണാപത്രം അത് ഒപ്പിടൽ ഇല്ലെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ എൻറിച്ച്ഡ് യുറേനിയം അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ തൊപ്പി തെറിപ്പിക്കും. എന്നിട്ട് തൊപ്പിയും തെറിപ്പിച്ചില്ല, ഒരു കുന്തവും തെറിപ്പിച്ചില്ല, ഒന്നും നടന്നതുമില്ല, ഒരു വിരട്ടും ഏഷ്യതുമില്ല. ഇന്നലെ മുഴുവൻ അന്തർദേശീയ ചാനലുകൾ മുഴുവൻ ഒമാനിന് വന്ന ധൈര്യത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇറാൻ ഒപ്പം നിന്നാൽ ഇനി മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കുണ്ടാകുന്ന ധൈര്യത്തിൻ്റെ സൂചനയാണ് ഒമാൻ പ്രകടിപ്പിച്ചതെന്നാണ് എല്ലാവരും പറയുന്നത്. അല്ലെങ്കിൽ ഒമാന് എതിർക്കാനോ ശബ്ദമുണ്ടാക്കാനോ ഒന്നും ശേഷിയുള്ള രാജ്യമല്ല, മറിച്ച് ഈ പറയുന്ന അമേരിക്കയ്ക്ക് മേൽ പാവയായി വർത്തിക്കേണ്ടവരാണ്. എന്നാൽ ഇത്തവണ അതിന് വഴങ്ങാതെ ഉറച്ച നിലപാട് സ്വീകരിച്ച് ഇരുവരും കൂടിയാണ് ഈ നിലപാടിലേക്ക് പോയത്. വിരട്ടൊന്നും ഏശിയില്ല. ട്രംപ് ആണെങ്കിൽ ഒട്ടും മിണ്ടുന്നുമില്ല. ബീബി ആകട്ടെ ഇപ്പോൾ ആക്രമണം മുഴുവൻ നടത്തുന്നത് തങ്ങളുടെ കളിപ്പാവയായി അട്ടിമറിച്ച് ദുർബലമാക്കിയ ലെബനോൻ രാജ്യത്തിന് മേലാണ്. ഇറാൻ്റെ അടുത്തേക്ക് ആരും അടുക്കുന്നില്ല. സുന്നിയും ഷിയയും പറഞ്ഞ് വിശദീകരിച്ച മുല്ലാക്കമാരെയും കാണാനില്ല. ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ഉയർത്തെഴുന്നേറ്റ് നിവർന്നു നിന്നപ്പോൾ എല്ലാ സ്വാഹ, എല്ലാത്തിൻ്റെയും കഥ തീർന്നു. ചെറുകഥ പോലെ എന്തൊക്കെയോ മാറ്റാൻ വന്ന് അവസാനം സ്വയം പിന്മാറിപ്പോകുന്ന ഒരു ലോക ബഫൂണിനെയാണ് ട്രംപിലൂടെ ലോകത്തിന് കാണിക്കപ്പെട്ടത്. ഇനി ഒരു 10-25 വർഷത്തിനിടയിൽ ഒരു രാജ്യത്തേക്കും എങ്ങും പോകില്ല. പുള്ളി നേരെ വെനിസുലയിലേക്ക് തിരിഞ്ഞ് അവിടെ കരാറുണ്ടാക്കി അവിടുത്തെ എണ്ണ ഊറ്റാനാണ് അവസാനം തീരുമാനിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ ചെയ്യുന്നത് പോലെ ഇറാനെയും വഹിക്കാൻ വന്നതാണ്. പക്ഷേ വഹിക്കപ്പെട്ട് നഗ്നനായി മടങ്ങേണ്ടി വരുന്ന സ്ഥിതിയിലേക്കെത്തി ഡൊണാൾഡ് ട്രംപ്.